എല്ലാവർക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, +2 നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചുള്ള 2 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, അത് നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അവിടെ 2 ടേമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്ററും പഠിക്കാനുള്ളത്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, എന്താണ് കപ്പാസിറ്റൻസ്? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേമിലേക്ക് വരാം. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ എന്നുള്ള ടേമും പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ടേമൊക്കെ നമുക്ക് പരിചയമുള്ള ടേംസാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു ഇക്വേഷനാണ് mgh. നമ്മൾ പലപ്പോഴും എനർജി, പലതരത്തിലുള്ള എനർജി ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിലൊരു എനർജിയാണ് മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ടേം നമുക്ക് പരിചിതമാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി, നമ്മളെപ്പോഴും പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയായ mgh എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല ഉള്ളത്, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എനർജികളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എന്നുള്ള ടേമിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു സിസ്റ്റം, ആ സിസ്റ്റം ഇപ്പം നിലവിലുള്ള ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ ആയി മാറാൻ അതിൻ്റെ മുകളിൽ ചെയ്യപ്പെട്ട എക്സ്റ്റേണൽ വർക്ക് ആ സിസ്റ്റത്തിൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും. ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഒരു സിസ്റ്റം, അത് ഒരു സോളാർ സിസ്റ്റം ആയിക്കോട്ടെ, ആ സോളാർ സിസ്റ്റം അതേ രൂപത്തിലായി മാറാൻ അതിൻ്റെ മുകളിൽ ചെലുത്തിയ വർക്ക് ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പലപ്പോഴും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ചെയ്യാൻ അതുപോലെ രൂപത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഒരു ബോഡി, ആ ബോഡി മാസ് ഉള്ള ഒരു ബോഡി, അത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഉയർത്താൻ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണോ ആ വർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ആ വർക്കിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത് mgh. ഓക്കെ, അതാണ് പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞത്? അതാണ് എനർജിയുടെ ഇക്വേഷനായ mgh ആയിട്ട് എടുത്തത്. അപ്പോൾ നോക്കൂ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സിസ്റ്റം, ആ സിസ്റ്റം അതുപോലെ ആയിത്തീരുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിൽ ചെയ്ത വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ പഠിച്ചതാണ്. വർക്ക് ഡൺ ഓൺ എ സിസ്റ്റം ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. ആ ബോഡിക്ക് അതുവരെ ഉണ്ടായിരുന്ന എനർജിയേക്കാൾ കുറച്ച് എനർജി കൂടും അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യപ്പെടുമ്പോൾ? വർക്ക് ചെയ്യപ്പെടുമ്പോൾ. വർക്ക് ഡണുമായി റിലേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് എനർജി എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് വേണ്ടത്. ഒരു സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചാർജസ് അടങ്ങുന്ന സിസ്റ്റം ആയിരിക്കും, അല്ലേ? അപ്പോൾ 1 അല്ലെങ്കിൽ 2 3 ചാർജുകൾ കൂടിച്ചേരുന്ന സിസ്റ്റം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാർജ് Q1 അല്ലെങ്കിൽ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇതാ ഇവിടെ ഇരിക്കും. ഇതിൽ സ്വാഭാവികമായിട്ടും നോക്കൂ, ഈ ചാർജ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ, ഈ പൊസിഷനിലേക്ക് ഈ ചാർജിനെ എത്തിക്കണമെങ്കിൽ വർക്കൊന്നും ചെയ്യണ്ട. കാരണം നിലവിൽ ഇവിടെ ഇതിനെ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ യാതൊരു ഫോഴ്സും ഇല്ല. മീൻസ് അവിടെ നിലവിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് കരുതുക. ഇനി ഇങ്ങനെ ഒരു ചാർജ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മറ്റൊരു ചാർജിനെ കൊണ്ടുവരികയാണ് വിചാരിക്കും. ഓക്കെ, ഇതിൻ്റെ ചാർജിൻ്റെ ഒരു എഫക്റ്റും ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചാർജിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡിൻ്റെ പുറത്ത് നിന്ന് മറ്റൊരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് വിചാരിക്കും. അതിന് വർക്ക് ചെയ്യണം. കാരണം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ റിപ്പൽഷൻ ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് പോസിറ്റീവ് വർക്കായിരിക്കും, ഒന്ന് നെഗറ്റീവ് വർക്കായിരിക്കും. നമുക്ക് തൽക്കാലം പോസിറ്റീവ് ചാർജിനെയാണ് കൊണ്ടുവരുന്നത് എടുക്കാം. അപ്പോൾ കൊണ്ടുവരുന്നത് ചാർജ് പോസിറ്റീവ്, ഇവിടെ ഉള്ളതും പോസിറ്റീവ്. സ്വാഭാവികമായിട്ടും റിപ്പൽഷൻ ഉണ്ടാവും.
ഈ കൊണ്ടുവരുന്ന ചാർജ് ഈ ചാർജിൻ്റെ ഫീൽഡിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കൂ, ഇവിടെ ഞാൻ മറ്റൊരു ക്യൂ ഡാഷ് എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരികയാണ്. ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു, ഇതുവരെ ഈ ചാർജിൻ്റെ ഫീൽഡാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നാമത്തെ ചാർജിൻ്റെ ഫീൽഡ് ഇതുവരെയുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റിപ്പൽഷൻ ഉണ്ടാവും. ഈ റിപ്പൽഷനെ ഓവർകം ചെയ്തിട്ട് വേണം ഇതൊരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഈ ഫീൽഡിൽ എവിടെ നിന്നാണോ ചാർജ് ക്യൂ ഡാഷ് കയറിയത് അത് മുതൽ ഈ പി വരെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ആ വർക്കാണ് ഈ ക്യൂ ഡാഷ് ഇവിടെ എത്തുമ്പോൾ ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്യൂ എന്നുള്ള ചാർജും ക്യൂ ഡാഷ് എന്നുള്ള ചാർജും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ ഇരിക്കുമ്പോൾ അത് രണ്ട് ചാർജ് അടങ്ങുന്ന ഒരു സിസ്റ്റമായി. ആ സിസ്റ്റത്തെ അതുപോലെ രൂപപ്പെടുത്താൻ നമ്മളൊരു വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, ആ വർക്ക് ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് വേണം നമുക്ക് പൊട്ടൻഷ്യൽ എന്നുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാൻ. അപ്പോൾ നോക്കൂ, ഈ ക്യൂ ഡാഷ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിന് പകരം ക്യൂ ഡാഷ് ഞാനിതാ ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് കൊണ്ടുവന്ന് വെച്ചായിരിക്കും. ഈ ക്യൂ ഡാഷിനെ ഇതിൻ്റെ ഫീൽഡ് അനുഭവപ്പെടാത്ത ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ് അതിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂയിലേക്ക് എത്തിക്കാനുള്ള വർക്കും ക്യൂ ഡാഷ് എന്നുള്ള ചാർജ് പിയിലേക്ക് എത്തിക്കാനുള്ള വർക്കും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. ക്യൂവും ക്യൂ ഡാഷും ഇവിടെ ഇരിക്കുമ്പോൾ അതിനേക്കാൾ എനർജി കൂടുതലായിരിക്കും ഈ ക്യൂ ഡാഷ് കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് ഇരിക്കുന്ന സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഒരു ചാർജ് മറ്റൊരു ചാർജും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു ടേം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ക്യൂ ഡാഷ് എന്നുള്ള ചാർജ് 1 കൂളംബ് ആവാം, 2 കൂളംബ് ആവാം, 3 കൂളംബ് ആവാം, എത്രയാവാം. അപ്പം ക്യൂ ഡാഷ് 1 കൂളംബ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊരു 10 കൂളം ചാർജ് ആണെന്ന് വിചാരിക്കും. ക്യൂ എന്ന് പറയുന്നത് 10 കൂളം ചാർജ്, ക്യൂ ഡാഷ് എന്ന് പറയുന്നത് 5 കൂളം ചാർജ് ആണ്. അപ്പോൾ ക്യൂ ഡാഷ് ഇവിടെ എത്തിച്ചേരുമ്പോൾ പിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഇത് ഒഴിവാക്കാം. ക്യൂ ഡാഷ് എന്ന് പറയുന്ന 5 കൂളം ചാർജ് ഈ പിയിലേക്ക് എത്താൻ ചെയ്യേണ്ട വർക്ക്, അപ്പോൾ ആ സിസ്റ്റത്തിന് കിട്ടുന്ന എനർജി വ്യത്യാസമായിരിക്കും. എന്നാൽ ക്യൂ ഡാഷ് 10 കൂളം ചാർജ് ആണെങ്കിൽ അത് ഇവിടെ എത്തുമ്പോൾ ചെയ്യേണ്ട വർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എനർജിയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നോക്കൂ, ഈ പോയിന്റിൽ എത്തിച്ചേരുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഈ സിസ്റ്റത്തിൻ്റെ എന്ത് മാറുന്നുണ്ട്, എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ടേം കൊണ്ടുവരികയാണ് ഇവിടേക്ക്. എന്താണത്, ഈ പോയിന്റിലേക്ക് നമ്മൾ 1 കൂളംബ് ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് വെക്കാനുള്ള വർക്ക് ഡണ്ണിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്നുകൂടി ഞാൻ പറയാം, ഒരു ചാർജിൻ്റെ ഫീൽഡ് ഇവിടെ ഉണ്ട്. ആ ഫീൽഡിൽ നിന്നും ഫീൽഡിന് പുറത്ത് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിൽ ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താ അത് കണ്ടുപിടിച്ചാലുള്ള മെച്ചം നോക്കൂ, 1 കൂളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ള വർക്ക് കണ്ടുപിടിച്ച് കഴിച്ചാൽ അല്ലേ, 1 കൂളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2 കൂളംബിനെ കൊണ്ടുവരാനുള്ള കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്താ, 1 കൂളംബിനെ കൊണ്ടുവരാനുള്ള വർക്ക് W ആണെങ്കിൽ 2 കൂളംബിനെ കൊണ്ടുവരാനുള്ള വർക്ക് എന്ത് ചെയ്താൽ മതി, ആ 1 കൂളംബിനെ കൊണ്ടുവരാനുള്ള വർക്കിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 കൂളംബിനെ ഇവിടെ എത്തിക്കാനുള്ള വർക്ക് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് 5 കൂളംബ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡബ്ല്യുവിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, ആ ചാർജായ 5 കൂളംബ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു എനർജി ലെവൽ എന്നുള്ള കൺസെപ്റ്റാണ് എന്ത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ.
അപ്പോൾ ഒരു എനർജി ലെവലാണ് നമ്മൾ പറയുന്നത്. ആ ലെവലിലേക്ക് എത്തുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓരോ ലെവലിനും അല്ലെങ്കിൽ ഫീൽഡിലെ ഓരോ പോയിന്റിനും നമ്മൾ എന്ത് അസൈൻ ചെയ്യാണ്? ഒരു എനർജി ലെവൽ അസൈൻ ചെയ്യാണ്. ആ എനർജി ലെവലിലേക്ക് എത്തിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ ആ എനർജി ലെവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സിസ്റ്റത്തിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫിനിറ്റിയിൽ നിന്ന് 1 കൂളം ചാർജിനെ മറ്റൊരു ചാർജിന്റെ ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പൊട്ടൻഷ്യൽ എന്നുള്ള ടേം നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ പകുതി ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ടേം ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്നത് കപ്പാസിറ്റൻസ് ആണ്. രണ്ടാമത്തെ ഭാഗമാണ്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടേം പഠിച്ചു വെക്കാം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഒന്നുകൂടി പറയാം, ദ വർക്ക് ഡൺ in bringing a unit positive charge from infinity to a point in an electric field is called electrostatic potential. അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ തൽക്കാലം ഇനി നമ്മൾ അത് ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് പോകാം. എന്തായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ? നമ്മൾ പറഞ്ഞു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ്. ഏതൊരു വർക്ക് ഡൺ നോക്കൂ, ഒരു ഫീൽഡിലേക്ക് അടുത്തേക്ക് വരുമ്പോൾ ആ ഫീൽഡിന് ഇന്റൻസിറ്റി കൂടി വരുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യപ്പെടുന്ന നമ്മളെ ചാർജിന് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടി വരും. അതുകൊണ്ട് തന്നെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ വർക്ക് ഡൺ ഡ്യൂ ടു വാരിയിങ് ഫോഴ്സിന്റെ ഇക്വേഷൻ എടുക്കണം, അല്ലേ? വർക്ക് ഡൺ ഡ്യൂ ടു വാരിയിങ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. W ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ F ഡോട്ട് dx എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വർക്ക് ഡൺ ഡ്യൂ ടു വാരിയിങ് ഫോഴ്സിന്റെ ഇക്വേഷൻ. എവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മൾ കൊണ്ടുവരുന്ന നോക്കൂ, Q എന്ന് പറയുന്ന ചാർജ്, അതിനൊരു ഫീൽഡ് ഉണ്ട്, അല്ലേ? ഫീൽഡിൽ നമുക്കൊരു ബൗണ്ടറി വരയ്ക്കാം. നമ്മൾ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്നാണ്. കൊണ്ടുവരുന്നത് എന്തിനാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ. എവിടേക്കാണ് കൊണ്ടുവരുന്നത്? ഫീൽഡിലെ ഒരു പോയിന്റായ P, അല്ലേ? Pയിലേക്ക് ഈ ചാർജിൽ നിന്ന് ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് Pയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഇനീഷ്യൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇൻഫിനിറ്റി. ഫൈനൽ ഡിസ്റ്റൻസ് എത്രയാണ്? R. അപ്പോൾ എവിടെ നിന്ന് എവിടെ വരെയുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻഫിനിറ്റി മുതൽ R വരെയുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇക്വേഷൻ ഇങ്ങനെയായി, ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R F ഡോട്ട് dx. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് യൂണിറ്റ് ചാർജ് ആണെങ്കിൽ യൂണിറ്റ് ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുത്താം. ദാറ്റ്സ് W, ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? ഇന്റഗ്രൽ, അഗെയിൻ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R, എഫിന് പകരം എന്ത് കൊടുക്കാം? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ഡോട്ട് എന്തായി? dx. E ഡോട്ട് dx. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ വർക്ക് ഡണ്ണിന് പകരം നമ്മൾ V എന്ന് കൊടുത്തു. കാരണം പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ V വെച്ചാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ആ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇക്വേഷൻ പഠിച്ചു വെക്കാം. V ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R E ഡോട്ട് dx. ഓക്കെ, അപ്പോൾ ഒരു ചാർജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആയ R, അല്ലേ? R ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണെന്ത്? ഇന്റഗ്രൽ E ഡോട്ട് dx. E എന്താണ്? ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന, അല്ലേ, ഒരു ചാർജിൽ നിന്നാണല്ലോ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ചാർജ് ഈ Pയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് E. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ആയി V ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ E ഡോട്ട് dx. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, ദെൻ ഇക്വേഷൻ ആയി. സ്വാഭാവികമായിട്ട് നമുക്കിനി
എന്ത് പഠിക്കണം? യൂണിറ്റ്, ഡയമെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ നോക്കണം. മാത്രമല്ല ഇവിടെ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഒന്നാമത് ഇത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആൻസർ നമുക്ക് എന്താ അറിയാം? സ്കാലാർ ക്വാണ്ടിറ്റി എന്നറിയാം. മാത്രമല്ല ഇത് നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. വർക്കും ചാർജും എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് വിളിക്കാം? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി യൂണിറ്റ് എന്തായിരിക്കും നോക്കൂ. യൂണിറ്റ് നമുക്ക് ഇവിടെ എങ്ങനെ ഡിസ്കസ് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺ പെർ കൂളം ആണ് അല്ലെ, ഫോഴ്സ് പെർ ചാർജ് ആണ്. ഇൻറ്റു ഇവിടെ എന്താ ഉള്ളത്? ഡിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ യൂണിറ്റ് നമുക്ക് എന്തെടുക്കാം? ന്യൂട്ടൺ മീറ്റർ പെർ കൂളം ആണെന്ന് യൂണിറ്റ്. ഇനി ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് വർക്കാണ് നമുക്കറിയാം അല്ലെ, എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ജൂൾ എന്നെടുക്കാം അല്ലെ, വർക്ക് ജൂൾ പെർ കൂളം എന്നെടുക്കാം. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ സിമ്പിളായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വോൾട്ട് എന്ന് പറയുന്ന ലെറ്റർ വെച്ച്, അതാണ് ക്യാപിറ്റൽ വി എന്നുള്ള വോൾട്ട്. നമുക്ക് പലപ്പോഴും വോൾട്ടേജ്, വോൾട്ട് എന്നുള്ള ലെറ്റർ നമുക്കറിയാം, അതിലേക്ക് നമ്മൾ വരും. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. 1 വോൾട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ജൂൾ പെർ കൂളം ആണ്, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ മീറ്റർ പെർ കൂളം. ഇതാണ് യൂണിറ്റിന്റെ കേസ്. നമുക്ക് ഡയമെൻഷനിലേക്ക് വരാം. ഡയമെൻഷൻ ഓഫ് വി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് കാണാതെ പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. വി ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഇ അല്ലേ, ഇ ഡോട്ട് ഡി ആർ ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജൂൾ പെർ കൂളം ആണ്. ഓക്കെ, അപ്പൊ ഏത് രീതിയിലും എടുക്കാം. ന്യൂട്ടൺ മീറ്റർ പെർ കൂളം ആണ്. അപ്പൊ ന്യൂട്ടൺ എന്നുള്ളതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, ml(T⁻⁻2) ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഡിവൈഡ് ബൈ ചാർജ് എന്താണ് അല്ലേ, IT അല്ലെങ്കിൽ AT. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറയാം. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ പെർ കൂളം ഡയമെൻഷൻ ആയി. ഡയമെൻഷൻ എന്താണ് നോക്കൂ, ഡയമെൻഷൻ M. ഓക്കെ, ഇവിടെ വരും L ഇൻറ്റു L സ്ക്വയർ. ഓക്കെ, T⁻2 -2 ഉണ്ട്, വരുമ്പോൾ T⁻⁻1 വന്നാവും T⁻⁻3 ആൻഡ് I⁻⁻1. ഓക്കെ, ഇപ്പൊ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ml² T⁻⁻3 I⁻⁻1. ഇത്രയാണ് അതിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. പിന്നെ ഒന്നുകൂടി പറയാം, നമ്മൾ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? V ഈക്വൽ ടു ഇന്റഗ്രൽ E ഡോട്ട് dx ഫ്രം ഇൻഫിനിറ്റി ടു R. യൂണിറ്റ് 3 തരത്തിലുള്ള യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകിൽ എന്ത് പറയാം? ന്യൂട്ടൺ മീറ്റർ പെർ കൂളം എന്ന് പറയാം, അല്ലെങ്കിൽ ജൂൾ പെർ കൂളം എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് എന്ത്? വോൾട്ട്. ഓക്കെ, V എന്നുള്ള ലെറ്റർ ആണ് ഇതിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡയമെൻഷൻ ഇതാണ് ml² T⁻⁻3 I⁻⁻1. കൂടെ നമ്മളൊരു കാര്യം കൂടി പഠിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഒരു എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന ചില ടേംസ്, അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് 1 വോൾട്ട് എന്താണ് അല്ലേ? പൊട്ടൻഷ്യൽ യൂണിറ്റ് ആണ് വോൾട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 വോൾട്ട് എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് വിളിച്ചത്? പൊട്ടൻഷ്യൽ എന്നും അതിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? വോൾട്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് 1 കൂളംബാണ്. ഓക്കെ, ആ ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്ക് ഡൺ 1 ജൂൾ ആണെന്ന് വിചാരിക്കും. നോക്കൂ, ഇൻഫിനിറ്റിയിൽ നിന്ന് ക്യൂ ചാർജിന്റെ ഫീൽഡിലേക്ക് ഇൻഫിനിറ്റിയിൽ നമ്മൾ എന്തിനു കൊണ്ടുവരികയാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരികയാണ്. ഈ കൊണ്ടുവന്ന് പിയിലേക്ക് എത്തിക്കാൻ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ക്യൂയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പൊ ക്യൂയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാനുള്ള വർക്ക് ഡൺ 1 ജൂൾ ആണെങ്കിൽ നമുക്ക് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയാം? 1 വോൾട്ട് ആണെന്ന് പറയാം.
ഓക്കെ, ഇപ്പോൾ സിംപ്ലി നമുക്ക് 1 വോൾട്ടിനെ ഡിഫൈൻ ചെയ്യാം. ഇഫ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 1 joule, then the potential at that point is said to be 1 volt. അല്ലേ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് 1 ജൂൾ ആണെങ്കിൽ ആ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് പറയാം, 1 വോൾട്ട് ആണെന്ന് പറയാം. അതാണ് 1 വോൾട്ടിന്റെ ഡെഫിനേഷൻ. അപ്പോൾ 1 വോൾട്ടിന്റെ ഡെഫിനേഷൻ ചോദിക്കാം, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഡിഫറൻസ് എന്ന് പറയുന്നത് അറിയാം, 2 പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ഫീൽഡാണിത്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നു, അല്ലേ, ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ എത്തി, എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഇനി നമ്മൾ ബി വരെ കൊണ്ടുവരുന്നുള്ളൂ വിചാരിക്കും. അപ്പോൾ ബി എന്ന് പറയും. ഇൻഫിനിറ്റിയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഞാൻ വി ബി എന്ന് വിളിച്ചു, ദാറ്റ്സ് പൊട്ടൻഷ്യൽ അറ്റ് ബി. എന്നാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടി വരും, അല്ലേ, അതിന് ഞാൻ വി എ എന്ന് വിളിച്ചു, ദാറ്റ്സ് വാട്ട്സ് കോൾഡ് പൊട്ടൻഷ്യൽ അറ്റ് എ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാൻ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യണമല്ലോ. ആ വർക്കിനെ നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം, എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാൻ 90 ജൂൾ വർക്ക് ചെയ്യണം വിചാരിക്കും, ഇവിടുന്ന് എയിലേക്ക് കൊണ്ടുവരാൻ 100 ജൂൾ വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണം, 10 ജൂൾ വർക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് വി എയിൽ നിന്ന് വി ബി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ബിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എയിലേക്ക് എത്തിക്കാനുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അതേ ഡെഫിനേഷൻ നമുക്ക് ഉപയോഗിക്കാം. വാട്ട്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ ആൻസർ കൊടുക്കാം. എന്തായിരിക്കും, the work done to bring a unit positive charge from one point to another point in an electric field is called potential difference between that 2 points. Okay, ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള കൺസെപ്റ്റ്. പൊട്ടൻഷ്യലിന് യൂണിറ്റ് വോൾട്ട് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ട് തന്നെയായിരിക്കും, കാരണം അവിടെയും വർക്ക് ബൈ ചാർജ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കേസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ്. ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, കൂളംസ് ലോ വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഇവിടെയാണ് വർക്കുമായി റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു, അല്ലേ. ഒരു ഫോഴ്സ് എപ്പോഴാണ് കൺസർവേറ്റീവ് ആവുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടാണ്. ഓക്കെ, വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സിന് എന്ത് നമുക്ക് പറയാം, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് ചാർജിനെ നമ്മൾ നേരിട്ട് ഈ ബി എന്ന പോയിന്റിലേക്ക് അല്ലെങ്കിൽ എ എന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്നാലും ഇങ്ങനെ കൊണ്ടുവന്നാലും ഏത് പോയിന്റിലൂടെ നമ്മൾ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിൽ എത്തിച്ചാലും നമ്മൾ ചെയ്യുന്ന വർക്ക് തുല്യമായിരിക്കും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് ആയ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ഫോഴ്സാണെന്ന് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് കൂടി നമ്മൾ പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ കൂടെ പഠിച്ചു വെക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ബിക്കോസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത്. ഓക്കെ, ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്ന ആൻസർ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നാണ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന ചില ടേംസ്, അല്ലേ. 1 വോൾട്ട് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ എന്തുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ള. നോക്കൂ, നമ്മളൊരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ക്യൂ, അതിൻ്റെ ഫീൽഡ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡോട്ടഡ് ലൈൻസ്, അല്ലേ, ഡോട്ടഡ് ലൈൻസ് ആയിട്ട്. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഫീൽഡിലൊരു പോയിൻ്റായ പിയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലേ. ആ കൊണ്ടുവരാനുള്ള വർക്ക് ഡണ്ണിനെ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ ഇ ഡോട്ട് ഡി എക്സ്, അല്ലേ. അപ്പോൾ ഇക്വേഷൻ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ,
അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലുള്ള ഫീൽഡിൽപ്പെട്ട ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്, ഡി എക്സ്. ആ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അത് ക്യൂയിൽ നിന്ന് എത്ര ദൂരത്താണ്, എക്സ് ദൂരത്താണ്. ആ സമയത്ത് അല്ലെങ്കിൽ ആ ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ഇ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എത്തിക്കേണ്ടത് എവിടേക്കാണ്, ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക്. പി എന്നുള്ള പോയിന്റ് ക്യൂയിൽ നിന്ന് എത്ര ദൂരത്താണ്, ആർ ദൂരത്താണ്. അപ്പോൾ നമ്മളെ എയിം എന്താണ്, ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റായ പിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ഇക്വേഷൻ നമുക്ക് ജനറൽ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ അല്ലേ. നോക്കൂ, നമ്മൾ കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, കൊണ്ടുവരുന്നത് പോസിറ്റീവ് ചാർജ്. അവിടെ ഫീൽഡ് എന്തായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് നമ്മൾ പുറത്തേക്കാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫീൽഡ് അങ്ങോട്ടാണ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഔട്ട്വേർഡ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ കൊണ്ടുവരുന്നതോ ഉള്ളിലേക്ക്, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളിലേക്കാണ്. രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഡോട്ട് ഡി എക്സ് എടുക്കുമ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എക്സ് എത്രയാണ്, 180 ആണ്. അപ്പോൾ കോസ് 180 എത്രയാ, -1. അങ്ങനെയാണ് ഇക്വേഷൻ എന്തായി മാറി, മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി, ഡോട്ട് ഒഴിവാക്കി, ഡോട്ടിന് കോസ് തീറ്റയ്ക്ക് കോസ് 180 എന്ത് കൊടുത്തു, മൈനസ് ഇ ഡി എക്സ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു വാല്യൂ എന്ത് വരും ഇവിടെ, അഗെയിൻ മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. ഇയുടെ വാല്യൂ എത്രയാണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം, 1/4πε0 q ബൈ ദ ഡിസ്റ്റൻസ് സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എക്സ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്ന ആ പോയിന്റിലേക്ക് ക്യൂവിൽ നിന്ന് എത്ര ദൂരമാണ്, എക്സ് ദൂരമാണ്. അപ്പോൾ എന്തായിരിക്കും, എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇൻറ്റു എന്ത് വന്നു, ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് സൊല്യൂഷൻ കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോൺസ്റ്റൻസിനല്ല നമുക്ക് പുറത്തെടുക്കാം. മൈനസ് ക്യൂ ബൈ 4πε0 ഇൻ്റഗ്രൽ എന്താണ്, 1/x² അല്ലേ, 1/x² dx ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ഒരു ഇൻ്റഗ്രലാണ് വന്നത്, ഇൻ്റഗ്രൽ 1/x² dx. ആ ഇൻ്റഗ്രേഷൻ്റെ സൊല്യൂഷൻ നോക്കാം, എന്നിട്ട് നമുക്കത് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാം. നമ്മൾ ഇൻ്റഗ്രേഷൻ റൂൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 എന്ന് പറയുന്ന റൂൾ പഠിച്ചിട്ടുണ്ട്. ആ റൂൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇൻ്റഗ്രൽ അല്ലേ 1/x² നമുക്ക് എന്ത് എഴുതാം, എക്സ് റൈസ് ടു -2 എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം, നോക്കൂ, ദാറ്റ്സ് ഈക്വൽ ടു ഇതേ ഫോർമാറ്റിൽ എന്നിൻ്റെ സ്ഥലത്ത് ഇവിടെ -2 ആണ് അല്ലേ. അപ്പോൾ എക്സ് റൈസ് ടു -2 + 1 ഡിവൈഡ് ബൈ -2 + 1. ദെൻ അഗൈൻ ആൻസർ എന്തായി മാറി നോക്കൂ, എക്സ് റൈസ് ടു എന്താവും, -2 + 1 -1, ഇവിടെയും -2 + 1 -1 ഡിവൈഡ് ബൈ ദാറ്റ്സ് ഈക്വൽ ടു ഈ മൈനസ് കോമൺ ആയിട്ട് വരും. എക്സ് റൈസ് ടു -1 എന്ന് പറയുന്നത് എന്താ, 1/x. അപ്പം അങ്ങനെ റിസൾട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇത് പഠിച്ചു വെച്ചാൽ ഇത് കുറച്ചുകൂടി ഈസി ആവും. നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ല, കാരണം ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ നോക്കൂ, എന്താണ് ഇൻ്റഗ്രൽ 1/x² dxൻ്റെ ആൻസർ എന്താണെന്ന് ഓർത്തു വെച്ചാൽ മതി, -1/x ആണ്. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആ വാല്യൂ നമുക്ക് ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടും നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു -q/4πε0. ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്, -1/x ആണ് അല്ലേ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻഫിനിറ്റി ടു ആർ അവിടെ തന്നെ നിർത്തുക. ദെൻ ആൻസർ നമുക്ക് നോക്കൂ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എന്തായി, പ്ലസ് ആയി. ബാക്കി എന്താണുള്ളത്, q ബൈ അല്ലേ, ഇവിടെ പ്ലസ് ആയി, അത് മൈനസ് ഉണ്ടായത് 2 മൈനസ്, q/4πε0.
ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിക്കുന്ന കേസാണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആർ. അപ്പോൾ 1/x എന്താവും? 1/r മൈനസ് ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് 1/∞. അല്ലേ? 1/∞ എന്താണ്? 0 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ദാറ്റ് ഇസ് ഈക്വൽ ടു, അല്ലേ, പൊട്ടൻഷ്യൽ V is equal to എന്തായി മാറും? നോക്കൂ, 1/4πε0 Q/r എന്നുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് V ഈക്വൽ ടു എന്താണ്? 1/4πε0 Q/r. അല്ലേ? കാരണം 1/∞ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈനലായിട്ട് പഠിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് V ഈക്വൽ ടു 1/4πε0 Q/r. ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് വാട്ട് ഇസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നായിരുന്നു. ആൻസർ അതായിരുന്നു ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് is called potential at that point. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ മീറ്റർ പെർ കൂളം അല്ലെങ്കിൽ ജൂൾ പെർ കൂളം അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി വോൾട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു ml² T⁻⁻³ I⁻⁻1. അതുപോലെ പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതുപോലെ പൊട്ടൻഷ്യലിന്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ പറഞ്ഞു, work done against electrostatic force does not depends upon the path followed. Then electrostatic force is considered as a conservative force. Okay. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു 1 വോൾട്ട് എന്തായിരുന്നു, അല്ലേ? If the work done to bring a unit positive charge from infinity to a point in an electric field is 1 joule, then the potential at that point is said to be 1 volt. അതുപോലെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നു. ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു പോയിന്റ്സ്. ഓക്കെ. ദെൻ ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ച V ഈക്വൽ ടു ഇന്റഗ്രൽ E.dx നിന്നും ഒരു Q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക്, അല്ലേ, ഡിറൈവ് ചെയ്യാൻ പറ്റി. ഇക്വേഷൻ ഇതായിരുന്നു V ഈക്വൽ ടു 1/4πε0 Q/r. അപ്പോൾ എത്രയാണ് നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.